കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എത്രയൊക്കെ ആലോചിച്ചാലും എത്രയൊക്കെ മാറ്റിവെച്ചാലും എന്റെ തീരുമാനം ഒരിക്കലും മാറാൻ പോകുന്നില്ല. മുത്തശ്ശി, ഈ കല്യാണം മാറ്റിവെക്കേണ്ട കാര്യമില്ല, നടത്തിയേക്കാം. എന്റെ അനുജത്തി എന്തും സാധിക്കാൻ കഴിവുള്ളവളാണെന്ന് എനിക്കറിയാം. അവളിലുള്ള എന്റെ ഈ വിശ്വാസത്തെ അവൾ ഇതുവരെയും സംരക്ഷിച്ചിട്ടുണ്ട്. എന്റെ അനുജത്തി അർജുനെ ഉറപ്പായി സംരക്ഷിക്കും എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. നടത്തിയേക്കാം മുത്തശ്ശി, കല്യാണം നടത്തിയേക്കാം. ഭഗവാനെ വിശ്വസിക്കുന്ന മനുഷ്യകുലത്തിന് ചെറിയ പ്രശ്നങ്ങളും നഷ്ടങ്ങളും വരുമെന്നല്ലാതെ എപ്പോഴും ആപത്ത് വേട്ടയാടില്ല. നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അവർക്ക് നല്ലതേ ചെയ്യൂ. ആ വിശ്വാസത്തോടെ ഭവാനിയെ വിവാഹം കഴിപ്പിക്കൂ. ഈ വിവാഹം കഴിയുന്നതോടുകൂടി ഭവാനിക്ക് ഒരാപത്തും വരാതെ ഞാൻ സംരക്ഷിക്കും. അമ്മേ, അർജുന് വേണ്ടെന്ന് പറഞ്ഞ് ഭവാനി വേറൊരാളെ കല്യാണം കഴിക്കില്ല. ഭവാനിയെ മറന്നിട്ട് അർജുനും വേറെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. ഈ കല്യാണം നടന്നില്ലെങ്കിൽ രണ്ടുപേരും ജീവിതകാലം മുഴുവൻ വേദനയോടെ ഇരിക്കേണ്ടി വരും. കല്യാണം നടത്തുന്നതാണ് നല്ലതമ്മേ. ഇവർ തമ്മിലുള്ള ഈ വിവാഹം നടത്തിക്കൊടുത്തില്ലെങ്കിൽ അതിന്റെ പാപം കൂടെ നമ്മൾ പേറേണ്ടി വരും. ജോത്സ്യര് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ കല്യാണത്തിന് ശേഷം അർജുന് ദോഷമുണ്ട് എന്നതല്ലാതെ കല്യാണത്തിന് മുമ്പ് വേറൊരു ദോഷമില്ലല്ലോ. ഇല്ല മോളെ. അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് ശേഷം എന്റെ അർജുന് ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. നമ്മുടെ കല്യാണത്തിന് നല്ല മുഹൂർത്തം നോക്കി പറയൂ. ജോത്സരെ, മുഹൂർത്തം കുറിക്കൂ. ജോത്സ്യർ ഇതിനെ കുറിച്ച് കൂടുതൽ ആലോചിക്കണ്ട, നല്ലൊരു മുഹൂർത്തം കുറിക്കൂ. ഒരുപാട് താമസിക്കാതെ ഏറ്റവും അടുത്ത മുഹൂർത്തം തന്നെ നോക്കി പറയൂ. ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. കുടുംബത്തിലെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് മുഹൂർത്തം കുറിച്ച് തരാം. മോളെ, അടുത്ത് തന്നെ നല്ലൊരു മുഹൂർത്തം കാണുന്നുണ്ട്. ജോത്സ്യരെ, ആ മുഹൂർത്തം കൺഫേം ചെയ്തേക്ക്. ആ ശരി മോളെ. അർജുൻ, ഞങ്ങളെ രക്ഷിക്കുന്ന നാഗദേവത നിന്നെ ഉറപ്പായും രക്ഷിക്കും അർജുൻ. അച്ഛാ അച്ഛാ, എല്ലാം കഴിഞ്ഞച്ചാ. ഇനി നമ്മൾ ആഗ്രഹം ഒന്നും നടക്കില്ല. എന്ത് പറ്റിയടാ? സിനിമയിലെ നായകൻ വന്നിറങ്ങുമ്പോഴുള്ള പോലെ വലിയ ബിൽഡപ്പ് കൊടുക്കാതെ എന്താ കാര്യം എന്ന് വെച്ചാ പറ. ഭവാനിയുടെ അർജുന്റെ കല്യാണ ഡേറ്റ് നിശ്ചയിച്ചു. എന്താ വെളിവില്ലാത്തവൻ ഈ പറയുന്നത്? സത്യമാണോ? ഞാൻ പറയുന്നത് സത്യമാണ് അച്ഛാ. അയ്യോ, മുഹൂർത്തം കുറിച്ചു കഴിഞ്ഞാ പിന്നെ ഏറ്റവും അടുത്ത ദിവസം തന്നെ കല്യാണം ഉണ്ടാവും. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ അഗതികളെ പോലെ ജീവിക്കേണ്ടി വരുമോ?
അപ്പ ഇനി എനിക്ക് ഒരിക്കലും ഭവാനി കല്യാണം കഴിക്കാൻ പറ്റൂലല്ലേ അമ്മേ? കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തപ്പോഴോ അവൻ ബിരിയാണി തിന്നുന്നതിനെ പറ്റി പറയുന്നത്? മിണ്ടാതടാ. അടുത്ത നിമിഷം എന്താ സംഭവിക്കുമെന്ന് പറഞ്ഞ് ആദ്യം പിടിച്ചിരിക്കുമ്പോ നിനക്ക് കല്യാണം വേണം അല്ലേടാ, കല്യാണം. അവിടുത്തെ വീട്ടിലായിരുന്നപ്പോ ശാപ്പാടിനും ഉടുതുണിക്കും ഒന്നും ഒരു കുറവില്ലായിരുന്നു. ഇയാളെ വിശ്വസിച്ചതുകൊണ്ട് എനിക്ക് ഈ ഗതി വന്നല്ലോ ദൈവമേ. ഞങ്ങളെ കൊണ്ടുവന്ന് ഈ പാതാളക്കുഴി തള്ളിയല്ലോ മഹാഭാവി. ഇങ്ങനെ ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന ഭേദം കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് എല്ലാം കൂടെ കത്തിച്ച് ചാകുന്നതാ. പോയി ചാകടി, നീ പോയി ചാക്. നീയും പോയി ചാകടാ, ഞാനും ചാവാൻ പോവാ. 3 പേർക്കും മണ്ണെണ്ണ ഒഴിച്ച് കൊളുത്തി അങ്ങ് ചാകാം. പോയാ മണ്ണെണ്ണ പാട്ട് എടുത്തോണ്ട് വാടാ. പോടാ, പോയാ പാട്ട് എടുത്തോണ്ട് വാ. അച്ഛൻ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ വെറുതെ ഒരു ഓളത്തിനങ്ങ് പറഞ്ഞു പോയപ്പോ സത്യത്തിൽ ചാകാന്ന് പറഞ്ഞ എന്താ അർത്ഥം? നിങ്ങൾക്ക് ശരിക്കും ഭ്രാന്തായോ അതോ? ഇത് ഭ്രാന്തൊന്നും അല്ലടി, ശരിയായ സമയത്ത് ശരിയായ ഐഡിയ കിട്ടിയതാ. ഇനി കഥ ഞാൻ തിരിക്കാൻ പോവാ. പോയി മണ്ണെണ്ണ പാട്ട് എടുത്തോണ്ട് വാടാ. എന്താന്നേ മണ്ണെണ്ണപ്പാട്ടൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞത്? പെട്രോൾ വേണമെന്നാണ് പറയുന്നത്, അതാകുമ്പോ ഉടനെ കത്തും. മിണ്ടാതെ ഇറങ്ങി വാ. അച്ഛാ, വായടച്ചിട്ട് വരാൻ നോക്കടാ മണ്ട ശിരോമണി. അമ്മേ, അമ്മേ, എല്ലാരും ഒന്ന് വെളിയിലോട്ട് വരുവോ? അമ്മേ, എടി ഉറക്കെ വിളിക്ക. അമ്മേ, അമ്മച്ചിയേ, ഒന്ന് വാ അമ്മേ, എല്ലാരും ഒന്ന് വെളിയിൽ വാ. ഇറക്കി വിട്ട് നിങ്ങൾ എന്തിനാ തിരിച്ചു വന്നത്? അന്ന് ശിക്ഷ തരാതെ വിട്ടതുകൊണ്ടാണോ മര്യാദയ്ക്ക് ഇറങ്ങി പോയിവിടുന്ന? എന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ കഴുത്തിനെ പിടിച്ച് പുറത്താക്കും. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തണമെങ്കിൽ മര്യാദയ്ക്കോട് ഇറങ്ങി പൊക്കോ. ഔട്ട്.
നീ എന്നെ അടിച്ചാലും കൊള്ളാം, അപമാനിച്ചാലും കൊള്ളാം, ഞാൻ നിന്റെ സ്വന്തം അപ്പച്ചിയാണെന്നുള്ള കാര്യം മറക്കല്ലേ മോനെ. എന്റെ ഏട്ടന്റെ മോൾ എന്റെ മരുമകളായിട്ട് വരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഭവാനിയുടെ കാര്യത്തിൽ ഒരു ചെറിയ തെറ്റ് പറ്റിയെന്നുള്ളതല്ലാതെ ആ ഒരു തെറ്റല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല മോനെ. എന്ത് തെറ്റ് ചെയ്തില്ലെന്നോ? മുത്തശ്ശി റൂമിൽ പൂട്ടിയിട്ട തെറ്റല്ലേ? വാ വാ ഇങ്ങോട്ട്. വാ ഇങ്ങോട്ട്. നടക്കുന്നല്ലേ? ഇങ്ങോട്ട് വരാൻ. മുത്തശ്ശി വരാനാ പറഞ്ഞെ. നടക്ക്. കേറങ്ങോട്ടോ. കഥക് തുറക്ക്, കഥക് തുറക്കാൻ. എടാ വീരഭദ്ര, കഥക് തുറക്കടാ. ജലജ കഥക് തുറക്ക്. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ എല്ലാവരും കൊന്നുകളയെന്ന് പറഞ്ഞല്ലേ? എല്ലാരും ഭീഷണിപ്പെടുത്തി എന്റെ അനുജത്തി നിങ്ങളുടെ മകനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ കൊന്നുകളയെന്ന് പറഞ്ഞില്ലേ? ഈ കാണിച്ചതൊക്കെ തെറ്റല്ലാന്നാണ് പറയുന്നത്. ഒരു തെറ്റ് ചെയ്ത ഏതൊരു മനുഷ്യനോട് ക്ഷമിക്കാം. പക്ഷേ ഇതുപോലെ തെറ്റ് ചെയ്ത നിങ്ങളോട് ക്ഷമിച്ചാ അത് ഞാൻ ചെയ്യുന്ന വലിയ തെറ്റാവും. എന്റെ ഭർത്താവ് നിന്നെ പൂട്ടിയിട്ടെന്നല്ലേ എല്ലാരും വിചാരിച്ചേ. പക്ഷെ അത് അങ്ങനെയല്ല. നിന്നെ വേറെ ആരോ തട്ടിക്കൊണ്ടുപോയേ. അങ്ങനെ കൊണ്ടുപോയി തടവിലിട്ടത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ട് പോലും ഇല്ല. അതെന്താ മോനെ നിങ്ങൾ മനസ്സിലാക്കാത്തെ? ഇനി ആദ്യത്തിനെ തട്ടിക്കൊണ്ടുപോയത് ഞാനാണെന്ന് ആ വീരഭദ്രൻ എങ്ങാനും പറയൂ? നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ ഞാൻ നിന്നെ പൂട്ടിയിട്ടത് മോനെ ആദിത്യ. പിന്നെ അത് മാത്രമല്ല, എന്റെ മകനെ കൊണ്ട് ഭവാനിയെ കെട്ടിക്കണമെന്നുള്ള അത്യാഗ്രഹവും കൊണ്ടാ അന്ന് ആ ഒരുക്കങ്ങളൊക്കെ നടത്തിയത്. ഇദ്ദേഹം അത്രയ്ക്ക് ക്രൂരനായിരുന്നെങ്കിൽ നിന്നെ അവിടെ വെച്ച് കൊന്നു കളയില്ലായിരുന്നു മോനെ. ഭവാനിയുടെ എന്നെ കല്യാണം നടക്കാൻ വേണ്ടിട്ടാ അന്ന് അച്ഛൻ അങ്ങനൊക്കെ ചെയ്തെന്നുള്ള കാര്യം മനസ്സിലാക്കളിയാ. എന്താ ഇവര് ചെയ്തൊന്നും തെറ്റാണെന്ന് സമ്മതിക്കാതെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കാണുന്നില്ല അളിയ. എനിക്ക് മനസ്സിലായി. ഇയാള് പറയുന്നതൊന്നും ഇനി ഒരു കാലത്ത് ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ നാടകം കളിക്കുന്നു പറയാതെ ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക് മോനെ. എന്ത് ചിന്തിക്കണം? എന്തിനു വേണ്ടി ചിന്തിക്കണം? എന്റെ ഭർത്താവിന് ജോലിയൊന്നും ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാ ഇത്രയും നാളും എന്റെ ചേട്ടൻ ഞങ്ങളെ ഇവിടെ നിർത്തി ഒരു കഷ്ടപ്പാടും വരാതെ നോക്കിയത്. എന്റെ ഏട്ടൻ മരിച്ചതിന് ശേഷം ഈ വീട്ടിലുള്ളവരിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ ഒരു ബഹുമാനവും കിട്ടിയിട്ടില്ല. ഇനി എങ്ങോട്ട് പോണോന്നുള്ള വഴിയേ അറിയില്ല. ഞങ്ങളെ സഹായിക്കേണ്ടതിന് പകരം വീട്ടിൽ നിന്ന് പുറത്താക്കിയില്ലേ നിങ്ങള്? ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും ആദിത്യ? ജീവിക്കാൻ നിവൃത്തിയില്ലാതെ തെരുവിൽ കിടന്ന് അനാഥരെ പോലെ മരിക്കുന്നതിലും ഭേദം ഇവിടെ കിടന്ന് മരിക്കുകയാണെങ്കിൽ സ്വന്തം വീട്ടുകാരെ കൊണ്ടുപോയി ശവദാഹം നടത്തുമല്ലോ എന്ന് ഓർത്തിട്ടാ ഇങ്ങോട്ട് വന്നേ. അതുകൊണ്ടാ ഇവിടെ വെച്ച് മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ച് ചാകാന്ന് വിചാരിച്ചു. താ ഇങ്ങോട്ട്, ആദ്യം ഞാൻ ചാകാം. ഒന്ന് നിർത്ത്.
കണ്ടോ? സ്വന്തം മകള് കൺമുമ്പിൽ ചാകാൻ തുടങ്ങുമ്പോ പെറ്റ മനസ്സിന് സഹിക്കില്ല. എനിക്കതറിയാം അമ്മേ. മരിക്കാൻ തീരുമാനിച്ചവരെന്തിനാ ഇവിടെ വന്ന് മരിക്കുന്നത്? നിങ്ങളെ ആരും തടയാത്തൊരു സ്ഥലത്ത് ചെന്നിട്ട് സന്തോഷത്തോടെ മണ്ണെണ്ണ ഒഴിച്ച് മരിക്കാൻ നോക്ക്. ഞങ്ങള് നല്ലവരാണെന്ന് പറയല്ല. ചെയ്ത തെറ്റിന് മാപ്പ് തരണേന്നും പറഞ്ഞു വരികയില്ല അമ്മേ. നിങ്ങൾ ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ട് 10 പൈസ എടുക്കാനില്ലാതെ നരകിക്കുക അമ്മേ. അതൊന്ന് മനസ്സിലാക്ക്. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ അനാഥരെ പോലെ വഴി കിടന്ന് ചാകാതെ ഞങ്ങളെ സ്വന്തം വീട്ടിൽ കിടന്ന് ചാകാൻ അനുവദിക്കമ്മേ. ഞങ്ങളെ ചാകാൻ വിടമ്മേ. എന്റെ ദൈവമേ, എന്തൊക്കെയാ കാണിക്കുന്നെ? എന്തായി കാണിക്കുന്നെ? വേണ്ടതേ, മോളെ, വേണ്ടത്. അയ്യോ മോളെ, നീ ചുമ്മാ ഇരിക്ക്. മോളെ, നിർത്ത്, നിർത്ത്. അത് വേണ്ട. കൃഷ്ണനാഥ പണിക്കർ നാടിന്റെ പ്രമാണിയാണ്. ഒരു നല്ല മനുഷ്യനുമായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള ഒരു നല്ല മനുഷ്യന്റെ അളിയനായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ മരിക്കുന്നതിൽ എന്താണ് അർത്ഥം? ഞാൻ ചെയ്ത തെറ്റിന് ചാവുന്നതന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ഞങ്ങൾ ചാകാൻ തീരുമാനിച്ചത്. കൃഷ്ണനാഥ പണിക്കർ ദൈവതുല്യനാ. തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുക്കുന്നുള്ളതല്ലാതെ അദ്ദേഹം ആരും മരിക്കാൻ അനുവദിക്കില്ല. കൃഷ്ണനാഥ പണിക്കരുടെ ആത്മാവിന് ശാന്തി കിട്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യരുത് മോളെ. ഇവരെല്ലാവരും മരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കാർക്കും ഒരു നഷ്ടവും വരാനില്ല. പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരിങ്ങനെ അന്യായമായി മരിച്ചാലുണ്ടല്ലോ, അത് നിങ്ങളുടെ അച്ഛനും ഈ കുടുംബത്തിനും ഒരു കറുത്ത അധ്യായമായി തന്നെ നീണ്ടു നിൽക്കും. അവരും അത് ആലോചിച്ചില്ല. നിങ്ങളെങ്കിലും അത് ആലോചിക്കണ്ടേ മോനെ? അതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചത് കൊണ്ടാ ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് ചോദിച്ച് തലകുനിച്ച് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്.